ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അൽഫിൻ അബ്ദുൽ സലാം. നമ്മളുടെ എല്ലാ ബിഗിനർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ വരാൻ പോകുന്ന NICL പരീക്ഷ എന്ന് പറയുന്നത്. ഈ NICL പരീക്ഷയിൽ 85,000 രൂപയോളം സാലറിയോടുകൂടി നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഈ പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് തന്നെയാണ്. ഏകദേശം 30 ചോദ്യങ്ങളാണ് നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ചധികം പ്രതിസന്ധികളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ചോദ്യ പാറ്റേൺ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ NCL പരീക്ഷ നടക്കാൻ പോകുന്നത് നമ്മളുടെ ഈ മാസം ഓഗസ്റ്റ് 27-ാം തീയതിയാണ്. കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി മറക്കണ്ട, താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് സെക്ഷണൽ ടൈമിങ് ഉള്ള ഒരു പരീക്ഷയാണ് SSC RRB പോലെ. SSC RRB അല്ല ഈ പരീക്ഷ നടത്തുന്നത്. പക്ഷേ അതേ പാറ്റേണിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൃത്യം ഇത്ര സമയം മാത്രം. ഈ സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പാസേജ്, അതുപോലെ തന്നെ എറർ കറക്ഷൻ, SSCയുടെ പാറ്റേണിലുള്ള അതേ ചോദ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ഈ ചോദ്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കണം. അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് നിർബന്ധമാണ്. കാരണം മറ്റ് പരീക്ഷകൾ പോലെ നമുക്ക് എളുപ്പമുള്ള ടോപ്പിക്കുകൾ നേരത്തെ തീർത്ത് നമുക്ക് കൂടുതൽ സമയം നമുക്ക് ടഫായിട്ടുള്ള ഏരിയാസിലേക്ക് ഇൻപുട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് എല്ലാ ടോപ്പിക്കുകൾക്കും നമുക്ക് നല്ല സ്പീഡും ആക്യുറസിയും നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടത് നിർബന്ധമാണ്. അങ്ങനെ നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ വരുന്നത് എന്ന് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടും ചോദ്യ ടൈപ്പുകൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ടും ആൻസേഴ്സ് നമുക്ക് പഠിച്ചു പോകാനും വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ ഉപയോഗിക്കുക. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കൃത്യമായിട്ട് പഠിക്കുക. ഇതേപോലെ എല്ലാ ടോപ്പിക്കുകളുടെയും എക്സ്പേർട്ട് ടീം ഫാക്കൽറ്റി, ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് ശ്രീലാമസിൻ്റെ ക്ലാസ്സുകൾ, അതേപോലെ തന്നെ നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ഒരു ബിഗ് ടീം തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ നയിക്കുന്ന സെഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ ടോപ്പിക്കുകളും സബ്ജക്റ്റ് എക്സ്പേർട്സ് നയിക്കുന്ന എക്സാം പാറ്റേൺ സെൻറ്റേഡ് ആയിട്ടുള്ള, നമ്മുടെ ടൈമിങ് സെൻറ്റേഡ് ആയിട്ടുള്ള, ആക്യുറസി ഡെവലപ്പ് ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകളുടെ സെഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു അവർ കണ്ടന്റ്. സോ നമ്മൾക്ക് ഇവിടെ നോക്കിയേ, 71-ാമത്തെ ചോദ്യം മുതലാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്? ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കിയേ, നമുക്ക് തന്നിട്ടുള്ള ചോദ്യം, ആദ്യത്തെ ചോദ്യം വായിച്ചു നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ എ പാർട്ട് ഓഫ് ദ സെന്റൻസ് ഇസ് കോൾഡ് ഹാസ് ബീൻ ഹൈലൈറ്റഡ്. യു നീഡ് ടു ഐഡന്റിഫൈ വിച്ച് ഓഫ് ദ ഗിവൺ ഓപ്ഷൻസ് ക്യാൻ ബോത്ത് ഗ്രാമാറ്റിക്കലി ആൻഡ് കോണ്ടെക്സ്റ്റുവലി റിപ്ലേസ് ദ ഹൈലൈറ്റഡ് പാർട്ട്. ഇൻ കേസ് ദ ഹൈലൈറ്റഡ് പാർട്ട് ഈസ് കറക്റ്റ്, മാർക്ക് ഓപ്ഷൻ ഇ ആസ് യുവർ ആൻസർ. അപ്പോൾ നമുക്കിവിടെ എന്താണ്? സെന്റൻസ് കറക്ഷൻ ആണ് നമ്മുടെ ആദ്യത്തെ ടൈപ്പ് ഓഫ് ചോദ്യം എന്ന് പറയുന്നത്. നാച്ചുറൽ ലാംഗ്വേജ് processing has advanced to the point at which it can automatically extract not only relationships but also context from the scientific papers എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ സെന്റൻസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഹൈലൈറ്റഡ് ടെക്സ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ് ടു ദ പോയിന്റ് എന്ന് പറയുന്നതിലെ തെറ്റുണ്ടോ തെറ്റില്ലയോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നോക്കിയ മക്കളെ, നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഹാസിന് ശേഷം നമുക്ക് എപ്പോഴും വരുന്നത് എന്തായിരിക്കും? ED ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും, അല്ലേ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും എപ്പോഴും ഹാസിന് ശേഷം നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഹാസ് അഡ്വാൻസ് എന്നുള്ളത് എന്തായിട്ട് മാറും? അഡ്വാൻസ്ഡ് ആയിട്ട് മാറും എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ 71-ാമത്തെ ചോദ്യത്തിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി, അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കിയ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമ്മൾ ടൈം സേവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? ആദ്യം മെയിൻ ആയിട്ടുള്ള നമ്മളുടെ കീ ടേം നോക്കുക. ഹാസിനോട് ചേർന്ന് വരുന്ന വാക്ക് എന്തായിരിക്കണം? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലുള്ളതായിരിക്കണം, ED ഫോമിലുള്ളതായിരിക്കണം. ED ഫോമിലുള്ള എത്ര ഓപ്ഷൻസ് ഉണ്ട് നമ്മളുടെ കയ്യിൽ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ കറക്ഷൻ വേണം. നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്ത് കളഞ്ഞു, A ക്യാൻസൽ ഔട്ട് ചെയ്ത് കളഞ്ഞു, അതേപോലെ തന്നെ C ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് Bയും Dയും മാത്രമാണുള്ളത്. അഡ്വാൻസ്ഡ് ടു പോയിന്റ്, അഡ്വാൻസ് ടു പോയിന്റഡ്, അഡ്വാൻസ് ടു ദ പോയിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്, ബിയും ഡിയും. അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? കാരണം പോയിന്റിന് മുമ്പ് നമ്മൾ എന്ത് വേണം? അഡ്വാൻസ്ഡ് ടു പോയിന്റ് നൗൺ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ ED ഫോം അവിടെ വരില്ല. അപ്പോൾ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
In the following question, a part of the sentence has been highlighted. You need to identify which of the giving options. കേട്ടോ സെയിം സാധനം തന്നെ സെന്റൻസ് കറക്ഷൻ ആണ് വരുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. The Fields Medal is awarded every 4 years at the Congress of the International Mathematical Union. International Mathematical Unionലെ 4 വർഷത്തിലാണ് എന്ന് നൽകുന്നത് the Fields Medal നൽകുന്നത് and is one of the world's most prestigious math prizes. അല്ലേ, ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ വൺ ഓഫ് ദ വേൾഡ്, one in the world, one among the world's one, no correction required. One of the world's അല്ലെ, ലോകത്തിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് പ്രൈസുകളിൽ ഒന്നാണ് എന്നുള്ള യൂസേജ് കറക്റ്റ് ആണ്. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഇ, നോ കറക്ഷൻ ഈസ് റിക്വയർഡ്. വൺ ഓഫ് ദ വേൾഡ്സ് എന്നുള്ളത് തന്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സം പാർട്സ് ഓഫ് ദ സെന്റൻസ്, എഗെയിൻ നമുക്ക് സെന്റൻസ് കറക്ഷൻ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ദി നേച്ചർ ഓഫ് കോൺഷ്യസ്നെസ് seems to be unique among scientific puzzles. ഇവിടെ നോക്കിയേ, നമുക്ക് കിട്ടിയിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആണ് ഇവിടെ നോക്കുന്നത്. ദ നേച്ചർ ഓഫ് കോൺഷ്യസ്നെസ്. അപ്പൊ എന്താണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്? നേച്ചർ ആണ്. നേച്ചർ എന്താണ്? സിംഗുലർ ആണ്. അപ്പൊ നമുക്ക് വരുന്ന വെർബ് ആയിട്ടുള്ള എന്താണ്? സീംസ് എന്നുള്ളതാണ്. സീം, കാണപ്പെടുക എന്നുള്ളതാണ്. സീം എന്നുള്ളതാണ് ഇവിടുത്തെ വെർബ്. വെർബ് എന്താണ്? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്ത് ഫോമിലായിരിക്കണം? ഡെസ് ഫോമിലായിരിക്കണം. അതിനെയാണ് നമ്മൾ അതെന്ന് വിളിക്കുന്നത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് വിളിക്കുന്നത്. സിമ്പിൾ എന്താണ് സെന്റൻസുകളിൽ വരുന്ന എന്താണ് നമ്മുടെ പ്രസന്റ് ടെൻസിലെ എന്താണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് ഡെസ് ആയിരിക്കണം. എന്താണ് ഡെസ് ഫോം ഓഫ് വെർബിലായിരിക്കണം വരുന്നത്. അങ്ങനെ നമുക്ക് വരുമ്പോൾ എന്തായിരിക്കും? സീംസ് എന്നുള്ളത് തന്നെയായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്തില്ല? അതുമാത്രമല്ല, സീംസ് ബി യുണീക്ക് എന്നല്ല, എപ്പോഴും അതിന് മുമ്പ് അല്ലെങ്കിൽ സീംസിന് ശേഷം വരുന്ന എന്തായിരിക്കും? ടു എന്ന് പറയുന്ന യൂസേജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സീംസ് ടു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഓപ്ഷൻ ഇ, നോ കറക്ഷൻ റിക്വയർഡ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് മക്കളെ, നമ്മുടെ വൊക്കാബുലറി അല്ലെങ്കിൽ വേർഡ് യൂസേജ് എങ്ങനെയാണെന്നുള്ളതിനെ തീരുമാനിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 74 നോക്കി. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ദ വേർഡ് ഹാസ് ബീൻ ഗിവൺ and there are 3 ways in which the word has been used. ഈ ഒരു വാക്കിനെ 3 തരത്തിലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ഏതാണ് ബെറ്റർ ആയിട്ടുള്ള ആൻസർ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡൊണേഷൻസ് ഫോംഡ് ദ ബൾക്ക് ഓഫ് ഗുഡ്സ് അലോയിങ് പേരൻസ് to purchase only a few items for their children. Don't bulk because your friend is relocating, since we shall pay her a visit once she has settled in. Our bulk Christmas tree was so tall that it stopped touch the ceiling, making it difficult for us to decorate it. Okay, നമുക്ക് ഇവിടെ ബൾക്ക് എന്ന് പറയുന്ന വാക്ക് 3 സ്ഥലങ്ങളിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഡൊണേഷൻസ് ഫോംഡ് ദ ബൾക്ക്. ബൾക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മേജർ പോർഷൻ എന്നാണ് ബൾക്ക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമായിട്ട് വരുന്നത്. അതായത് ഡൊണേഷൻ ആയിരുന്നു ഗുഡ്സിന്റെ ബൾക്കും, അല്ലെങ്കിൽ ഗുഡ്സിന്റെ ബെറ്റർ പോർഷനും ലാർജർ പോർഷനും എന്തായിരുന്നു? ഡൊണേഷൻ ആയിരുന്നു എന്നുള്ളതാണ് കറക്റ്റ് ഉപയോഗം. സെക്കൻഡ് ഓപ്ഷൻ നോക്കി, ഇവിടെ ഡോണ്ട് ബൾക്ക്, അവിടെ ശരിക്കും ഉദ്ദേശിച്ചിരിക്കുന്ന വാക്ക് ഡോണ്ട് സൾക്ക് എന്നുള്ളതാണ്. SULK. അവിടെ എന്താണ് അതിന്റെ അർത്ഥമാക്കുന്നത്? സങ്കടപ്പെടുക, വിഷമിക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ ഓപ്ഷൻ നമ്പർ 3 എന്ന് പറയുന്നത് എന്താണ്? അവർ ബൾക്ക് ക്രിസ്മസ് ട്രീ. അവർ ബൾക്കി ക്രിസ്മസ് ട്രീ എന്നുള്ളതാണ് അവിടുത്തെ റൈറ്റ് യൂസേജ്. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ഓൺലി 1. നമുക്ക് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഇതേപോലെ തന്നെ യൂസേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദ ക്രൂ ടോഡ് ദ കാർ ബൈ ദെയർ സെൽഫ് ടു ദ ഹോട്ടൽ. ദ ക്രൂ ടോഡ് ദ കാർ ബൈ ദെയർ സെൽഫ്. ഇവിടെ എന്താണ് ദെയർ സെൽഫ് എന്നുള്ളത് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ക്രൂ എന്ന് പറയുന്ന സബ്ജക്റ്റിനെയാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ദെയർ സെൽഫ് എന്ന് പറയുന്ന ഒരു വാക്കില്ല. അതുകൊണ്ട് ദെയർ സെൽഫ് വരുന്ന ആൻസേഴ്സ് എല്ലാം ക്യാൻസൽ ചെയ്ത് കളയുക. ഓപ്ഷൻ ഇ ക്യാൻസൽ ചെയ്ത് കളയുന്നു, ഓപ്ഷൻ ഡി ക്യാൻസൽ ചെയ്ത് കളയുന്നു. ഇറ്റ്സെൽഫ് എന്നുള്ളത് ഒരിക്കലും എന്തിലേക്ക് വരില്ല? ക്രൂ എന്ന് പറയുന്ന ഒരു ആളുകളിലേക്ക് മെൻഷൻ വരില്ല. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കില്ല? ഇറ്റ്സെൽഫും വരില്ല. പിന്നെ നമുക്കുള്ളത് എന്താണ്? ദെംസെൽസ് എന്നുള്ളതാണ്. ബൈ ദെംസെൽസ് ആണോ ഓഫ് ദെംസെൽസ് ആണോ? കാർ ടോ ചെയ്യപ്പെട്ടു, അല്ലേ? കാർ ടോ ചെയ്തു. ആരാണ് കാർ ടോ ചെയ്തത് എന്ന് കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? ബൈ ആണ്, അല്ലെ? ദ കാർ വാസ് ടോഡ് ബൈ ദം, അല്ലെ? അപ്പോ ദ ക്രൂ ടോഡ് ദ കാർ ബൈ ദംസെൽസ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പിടികിട്ടിയല്ലോ മക്കളെ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാവേ. അടുത്ത എന്താണ്? ഇൻ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ എ സെന്റൻസ് വിത്ത് 4 വേർഡ്സ് പ്രിന്റഡ് ഈസ് ബോൾഡ് ഈസ് ഗിവൺ. കണ്ടോ, നമുക്കിവിടെ 4 വാക്കുകളാണ് തന്നിട്ടുള്ളത്. ഈ സെന്റൻസിൽ എന്തായിട്ട് ബോൾഡ് ആയിട്ട് നൽകിയിട്ടുള്ളത്. ഇതിൽ ഒരു വാക്ക് തെറ്റാണ്. അത് ഏത് വാക്കാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. One area that's being transformed by machine learning is tomographic imaging, in which a series of data projections are reconstructed into a 3-dimension image. 3D, 3 dimension എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്.
പക്ഷേ എന്താണ് 3 ഡയമെൻഷൻ ഉള്ളതിനാണ് നമ്മൾ 3 ഡയമെൻഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ 3 ഡയമെൻഷൻ ഡയമെൻഷൻ സ്പെസിഫിക്കലി അല്ലെങ്കിൽ എന്താണ് ഇവിടെ 3 ഡയമെൻഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക്കലി ഇമേജിന്റെ എന്തായിട്ടാണ് വരുന്നത്? അഡ്ജക്റ്റീവ് ആയിട്ടാണ് വരുന്നത്. എങ്ങനെയുള്ള ഇമേജ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡയമെൻഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ വരുന്നത് ഡയമെൻഷൻ എന്നുള്ള വാക്കല്ല, അതിന്റെ അഡ്ജക്റ്റീവ് ആണ്. ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? നൗൺ ആണ് അല്ലേ? അതിന്റെ അഡ്ജക്റ്റീവ് ഫോം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡൈമെൻഷണൽ അല്ലേ? സോ ദ റൈറ്റ് ആൻസർ ഇസ് എ 3 ഡയമെൻഷണൽ ഇമേജ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ റോങ് ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ, the last word, that is dimension. In the following question, a sentence with 4 words highlighted and marked as A, B, C and D is given. One of these words may be either wrongly spelled or inappropriate in the context of the sentence. Find out that word, if any, and mark it as the answer. If all the words are spelled correctly and appropriate in the context of the sentence, mark all are correct. ഒന്നുകിൽ കോണ്ടെക്സ്റ്റിൽ സ്യൂട്ട് ചെയ്യുന്നതായിരിക്കാം, സ്യൂട്ട് ചെയ്യാകാത്തതായിരിക്കാം, വാക്ക് കറക്റ്റ് ആയിരിക്കാം, വാക്ക് തെറ്റായിരിക്കാം. ഇതിൽ തെറ്റുപോയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്താണ് സിറ്റുവേഷനിൽ സ്യൂട്ട് ആവാത്തതോ ആയിട്ടുള്ള വാക്ക് കണ്ടുപിടിക്കാൻ നടക്കുന്നത്. ഷി വാസ് വെരി ഹാപ്പി ടു ബിക്കം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓപ്ഷൻ ബി ആണ് തെറ്റ് എന്നുള്ളത്. സന്തോഷം എന്ന് കാണിക്കുന്ന ഹാപ്പി എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ്? HAPPY എന്നുള്ളതാണ്. സോ ദ റോങ് ആൻസർ ഹിയർ ഇസ്, റോങ് വേർഡ് ഹിയർ ഇസ് happy, and the wrong spelling is HAPPI, right is HAPPY. So the right answer here is option B. പിടികിട്ടിയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. In the question given below, a sentence is given with 4 words highlighted in bold. One of the 4 words may be either be strongly spelled, same thing that we have done the last question. We know about the little ice age because the natural world is full of things like trees, stalagmites and ice sheets that respond to weather condition while growing or accumulating gradually over time. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്തിനാണ്? കാലാവസ്ഥ എന്ന് പറയുന്ന വാക്കാണ് നമുക്കിവിടെ വെതർ എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ അർത്ഥമാക്കുന്ന വാക്കാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഇവിടെ ഉപയോഗിച്ചേക്കുന്ന വാക്കോ വെതർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ന് അർത്ഥം വരുന്ന വെതർ അല്ലേ? അങ്ങനെയെങ്കിൽ എന്നർത്ഥം വരുന്ന വെതർ എന്ന് പറയുന്ന യൂസേജ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. WEATHER എന്ന് പറയുന്ന കാലാവസ്ഥ എന്നർത്ഥം വരുന്ന വെതറാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അതായത് വേർഡ് സി നോക്കുക, ബോൾഡിൽ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന സി ആണ് ശരി ഉത്തരം. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കൺഫ്യൂഷനിലേക്ക് എത്തുന്നത്. ആ സിയും ഓപ്ഷൻ സിയും തമ്മിൽ നമുക്ക് മിസ്സായി പോകും. ഓപ്ഷൻ സി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബി വേർഡ് ആണ് തെറ്റെന്നായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഓപ്ഷൻ എ വേർഡ് സി വെതർ ആണ് തെറ്റായിട്ടുള്ള വാക്ക്. അതാണ് നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? റീഡ് ദ ഗിവൺ സെന്റൻസ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദർ ഈസ് എനി ഗ്രാമാറ്റിക്കൽ ഓർ ഇഡിയോമാറ്റിക് എറർ ഓൺ ഇറ്റ്. എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ഒരു സെന്റൻസ് ആണ്. അതിനെ ABCD ആയിട്ട് നമ്മൾ എന്തിരിക്കുകയാണ്? തിരിച്ചിരിക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും ഭാഗത്തിൽ ഗ്രാമാറ്റിക്കൽ ഓർ ഇഡിയോമാറ്റിക് തെറ്റുണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. There was no reason of joining the new classes at the end of the session എന്നുള്ളതാണ് നമ്മളുടെ സെന്റൻസ് എന്ന് പറയുന്നത്. തെറ്റില്ലെങ്കിൽ ഓപ്ഷൻ സി സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ തെറ്റുള്ള സെക്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ വരുന്ന മേജർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ഓർത്തിരിക്കുക, റീസൺ, കാരണം. റീസണിന് ശേഷം വരുന്ന വാക്കെന്ന് പറയുന്നത് എപ്പോഴും 4 ആയിരിക്കും. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഓഫ് ആണ്. എന്താണ്? പുതിയ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുവാനുള്ള കാരണം, ദ റീസൺ ഫോർ ജോയിനിങ്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടുത്തെ തെറ്റായിട്ടുള്ള സെന്റൻസ്, ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അങ്ങനെ നമ്മൾ 80ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. എ സെന്റൻസ് ഇസ് ഗിവൺ ഡിവൈഡഡ് ഇൻടു 4 പാർട്സ് വിച്ച് മേ ഓർ മേ നോട്ട് കണ്ടെയ്ൻ എൻ എറർ. മാർക്ക് ദ ഓപ്ഷൻ കണ്ടെയ്നിങ് ദ പാർട്ട് വിത്ത് ദി എറർ. അഗെയിൻ സെന്റൻസ് കറക്ഷന്റെ മറ്റൊരു ഫോർമാറ്റ് ആണ്. ദ പീപ്പിൾ ഔട്ട്സൈഡ് ദ സിനിമ ഹാൾ വെയർ ഗിവിംഗ് ദ ടിക്കറ്റ്സ് അവേ ഫ്രീ ഫ്രം ചാർജ്. ഓപ്ഷൻ ഡി നോ എറർ അല്ലെ? ഓപ്ഷൻ ഇ നോ എറർ അല്ലെ എന്ന് പറയുന്ന എന്താണ് ഒരു സെന്റൻസ് ആണ് നമ്മളുടെ കയ്യിൽ ഇവിടെ ഉള്ളത്. നോ എറർ എന്നുള്ളത് ഈ സെന്റൻസിൽ തെറ്റില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വീണ്ടും ഫ്രീ ഓഫ് ചാർജ് ആണ് അല്ലെ? എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ഇല്ലാതെ, ചാർജിൽ നിന്നും എന്താണ് വിമോചിപ്പിക്കപ്പെട്ട അല്ലെ? എന്താണ്? നികുതിയിൽ നിന്നും വിമോചിക്കപ്പെട്ട, അല്ലെങ്കിൽ ഫ്രീ ഓഫ് ടാക്സ് എന്ന് പറയുന്നത് പോലെ ഒന്ന് എന്താണ്? കോസ്റ്റ്ലി അല്ല, ഫ്രീ ആക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്നത് എന്തുകൊണ്ട് ഉപയോഗിച്ചാണ്? ഫ്രീക്ക് ശേഷം വരുന്നത് എന്താണ്? ഫ്രം അല്ല, ഫ്രീ ഓഫ് ചാർജ് ആണ്. ക്ലിയർ അല്ലേ? സോ ദ റൈറ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് സെന്റൻസ് ഡി ഇറ്റ് സെൽഫ്. തെറ്റായിട്ടുള്ള സെന്റൻസ് അല്ലെങ്കിൽ പാർട്ട് എന്ന് പറയുന്നത് ഡി ആണ്. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി.
നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 81. റീഡ് ദ ഗിവൺ സെന്റൻസ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദർ ആർ എനി ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഇൻ ഇറ്റ്. നമുക്ക് സെയിം സെന്റൻസ് കറക്ഷൻ തന്നെയാണ് അടുത്ത ക്വസ്റ്റിനും. വൺ മസ്റ്റ് നോട്ട് എ ടെൽ ലൈസ് ടു ഹിസ് ഫ്രണ്ട്സ് അസ്യൂമിങ് ദേ സി വുഡ് നെവർ ഫൈൻഡ് നത്തിങ്. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് രണ്ട് പെയറുകളായിട്ടാണ് അല്ലേ അല്ലേ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് രണ്ട് പെയറുകളായിട്ടാണ്, ബി ഡി, എ ബി, ബി സി, സി ഡി, നോ എറർ അല്ലേ. ഒന്നുകിൽ തെറ്റില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ഫ്രേസുകൾക്ക് തെറ്റുണ്ട്. ഇവിടെ ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ ഡി നോക്കിയേ. ഇവിടെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എലിമിനേഷൻ മെത്തേഡ് തന്നെയാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് നോക്കിയ മക്കളെ, എന്താണ് ഡിയുടെ പ്രത്യേകത? വുഡ് നെവർ ഫൈൻഡ് നത്തിങ്, ഡബിൾ നെഗറ്റീവ് ആണ്, അപ്പോൾ പോസിറ്റീവായി. നെവർ ഫൈൻഡ് നത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ വരുന്നത്? അവർ ഒരിക്കലും ഒന്നും കണ്ടുപിടിക്കാതിരിക്കില്ല, അവർ എപ്പോഴെങ്കിലും കണ്ടുപിടിക്കും അല്ലേ. പക്ഷെ ഇവിടുത്തെ സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഒരിക്കലും കണ്ടുപിടിക്കില്ല എന്നോർത്ത് നിങ്ങൾ കള്ളം പറയാൻ പാടില്ല എന്നുള്ളതാണ്. സോ ഡബിൾ നെഗറ്റീവ് അവിടെ തെറ്റാണ്. ഓപ്ഷൻ ഡി ഉറപ്പായിട്ടും തെറ്റായിട്ടുള്ളൊരു സെക്ഷനാണ്. അപ്പോൾ നമുക്ക് ഡി ഉള്ള ഓപ്ഷൻസ് എല്ലാം സെലക്ട് ചെയ്യാം, ബാക്കി റിമൂവ് ചെയ്ത് കളയുക. ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ ഡി ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓപ്ഷൻ എ നോക്കിയേ, ബി ഡി ആണ്. ഓപ്ഷൻ ഡി എന്താണ്? സി ഡി ആണ്. സി നോക്കിയേ എന്താണ്? ഫ്രണ്ട്സ് അസ്യൂമിങ് ദേ, അതിൻ്റെ അകത്ത് തെറ്റില്ല. പക്ഷേ ബിയിലോ ടെൽ ലൈസ് ടു ഹിസ്, ഒരിക്കലും ഇവിടുത്തെ ഓപ്ഷൻ എ നോക്കിയ മക്കളെ, മീൻസ് ഫ്രേസ് എ നോക്കിയ മക്കളെ, വൺ മസ്റ്റ് നോട്ട് എന്നാണ്. വണ്ണിനെ നമ്മൾ എന്തുപയോഗിക്കുമ്പോൾ, പ്രോനൗൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തുപയോഗിക്കില്ല? ഹിസ് ഉപയോഗിക്കില്ല, വൺസ് എന്നേ ഉപയോഗിക്കുള്ളൂ, വൺ അപ്പോസ്ട്രോഫി എസ് എന്ന് ഉപയോഗിക്കുള്ളൂ. സോ ദ റൈറ്റ് ആൻസർ ഓർ ദ റോങ് കോംബോ ഇസ് ഓപ്ഷൻ എ, ബി ഡി. 82ാമത്തെ ചോദ്യം. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ എ സെന്റൻസ് ഇസ് ഡിവൈഡഡ് ഇൻടു 4 പാർട്സ്, 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇതിലും നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? തെറ്റായിട്ടുള്ള സെക്ഷൻ ഏതാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ബൈ ഫില്ലിംഗ് ഔട്ട് ദ ഫോം ബിലോ ആൻഡ് ദെൻ സബ്മിറ്റിംഗ് ഇറ്റ് യു ക്യാൻ റിപ്പോർട്ട് ആൻ അൺസേഫ് പ്രൊഡക്റ്റ് ടു അസ്. ഓക്കെ, ഇവിടെ എന്താണ്? ഒരു തെറ്റ് നമുക്ക് കാണാനില്ല. ഫോം ഫില്ല് ചെയ്യുന്നതും അത് സബ്മിറ്റ് ചെയ്യുന്നതോടും കൂടി നിങ്ങൾക്ക് ഒരു അൺസേഫ് പ്രോഡക്റ്റ് ഞങ്ങളോട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. തെറ്റുകളൊന്നുമില്ല. ഓപ്ഷൻ ഇ ആണ് ശരി ഉത്തരം. നോ എറേഴ്സ് ആർ ദെയർ. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. എഗെയിൻ എ സെന്റൻസ് ഇസ് ഡിവൈഡഡ് ഇൻടു 4. പക്ഷേ ഇവിടെ എന്താണ് നമുക്ക് തന്നിട്ടുള്ള ചോദ്യത്തിന് പ്രത്യേകത എന്ന് പറയുന്നത്? നമുക്ക് ഈ 4 വാക്കുകൾ എ ബി സി ഡി എന്നുള്ളതിനെ റീഅറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെന്റൻസിലെ വേർഡുകൾ തമ്മിൽ റീഅറേഞ്ച് ചെയ്യുക, ഫ്രേസ് റീഅറേഞ്ച് ചെയ്യുവല്ല, സെന്റൻസിന്റെ പാർട്സ് റീഅറേഞ്ച് ചെയ്യുവല്ല. നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നത് എന്താണ്? വാക്കുകളാണ്. The highway department has encroachments up removal off taken on the East Coast Road as between of the road widening part or the two cities എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള എന്നാണ് നമുക്ക് തന്നിട്ടുള്ള സെന്റൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തെ വാക്കുകൾ ജംബിൾഡ് ആണ്. ഇതിനെ നമ്മൾ തിരിച്ച് ഓർഡറിലേക്ക് എത്തിക്കണം. എന്തായിരിക്കണം? ദ ഹൈവേ ഡിപ്പാർട്ട്മെന്റ് ഹാസ് എന്തായിരിക്കണം? ടേക്കൺ ആണോ, ബിറ്റ്വീൻ ആണോ, പാർട്ട് ആണോ, എൻക്രോച്ച്മെന്റ് ആണോ? ബാക്കി സെന്റൻസ് വായിച്ചു നോക്കിയേ. ഡാഷ് അപ്പ് റിമൂവൽ ഓഫ് എന്താണ്? ഏറ്റെടുത്തു. ദ ഹൈവേ ഡിപ്പാർട്ട്മെന്റ്സ് ഏറ്റെടുത്തു. അങ്ങനെ വരുമ്പോൾ അപ്പിന് മുമ്പ് നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഒരു ഫ്രേസൽ വെർബാണ് അല്ലേ, ഫ്രേസൽ വെർബാണ്. എന്താണ്? ടേക്കൺ അപ്പ് എന്നുള്ളതാണ് അല്ലേ. ദ ഹൈവേ ഡിപ്പാർട്ട്മെന്റ്സ് ഹാസ് ടേക്കൺ അപ്പ് റിമൂവൽ ഓഫ് എന്തിന്റെ റിമൂവലാണ്? ഈസ്റ്റ് കോസ്റ്റിലേക്ക് കടന്നു ചെന്നിട്ടുള്ള സാധനങ്ങളുടെ എന്താണ്, അല്ലെങ്കിൽ എന്താണ്, എൻക്രോച്ച് ചെയ്യപ്പെട്ടുള്ള സാധനങ്ങളെയാണ് റിമൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് റിമൂവ് ചെയ്യുന്നത്? എൻക്രോച്ച്മെന്റ്സിനാണ് റിമൂവ് ചെയ്യുന്നത്. ടേക്കൺ അപ്പ് റിമൂവൽ ഓഫ് എൻക്രോച്ച്മെന്റ്സ് ഓൺ ദ ഈസ്റ്റ് കോസ്റ്റ് റോഡ് ആസ് ഡാഷ് ഓഫ് റോഡ് വൈഡനിങ്. റോഡ് വൈഡനിങ്ങിന്റെ ഭാഗമായി. അപ്പോൾ നമ്മളിവിടെ എന്ത് ഉപയോഗിക്കും? പാർട്ട് ഉപയോഗിക്കും. ആസ് പാർട്ട് ഓഫ് റോഡ് വൈഡനിങ്. പിന്നെ എന്താണ് മാത്രമുള്ളത്? ഓപ്ഷൻ സി അല്ലെങ്കിൽ വേർഡ് സി, ബിറ്റ്വീൻ മാത്രമാണുള്ളത്. ബിറ്റ്വീൻ ദ ടു സിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ടേക്കൺ ആദ്യം വരുന്നത് എന്തായിരിക്കും? ബി ആയിരിക്കും. അവിടെ നിന്ന് തന്നെ നമുക്ക് ശരി ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും അല്ലേ. എന്താണ്? ടേക്കൺ എന്ന് പറയുന്ന ബിയിലേക്ക് നമുക്ക് ഡയറക്റ്റ് എന്തിലേക്ക് എത്താൻ പറ്റും? നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓപ്ഷൻ ബി ആണ് ആദ്യത്തെ എന്തെന്ന് പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് ബി എന്ന് പറയുന്ന വേർഡാണ്. ടേക്കൺ എന്നുള്ളതാണ് ആദ്യം വരുന്നത്. അവിടെ നിന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. കാരണം ഈ ഓർഡറിൽ ബി ആദ്യം വരുന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തിലേക്ക് എത്താനായിട്ട് പറ്റും? എലിമിനേഷൻ മെത്തേഡ് വഴി വേഗം ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ടൈം സേവ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പം ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
ഇൻ ദ ഗിവൺ ക്വസ്റ്റ്യൻ ഇവിടെയും എന്താണ് ജംബിൾഡ് സെന്റൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നോട്ട് ഓൺലി ലീഡ് ടു ദ ഗ്രോത്ത്, ദ പ്രൊലോങ്ങിങ് ഓഫ് പ്രൊട്ടസ്റ്റ് വിൽ ഓഫ് വയലന്റ് ബട്ട് ഓൾസോ ഹാവ് എ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ദ എക്കോണമി. നോക്കിയേ, ഇവിടെ നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമുക്ക് കുറച്ചധികം സെന്റൻസുകളാണ് നമുക്ക് ജംബിൾഡ് ആയിട്ട് തന്നിട്ടുള്ളത്. ആദ്യം നോക്കേണ്ടത് ഇതിന്റെ അകത്തെ സബ്ജക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിലെ എന്തിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്? സമരത്തെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സമരം പ്രൊലോങ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് വരുന്ന പാർട്ട് ഓഫ് സെന്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ദ പ്രൊലോങ്ങിങ് ഓഫ് പ്രൊട്ടസ്റ്റ് എന്നുള്ളതായിരിക്കും. അതായിരിക്കും ഉറപ്പായിട്ടും എന്തിലേക്ക് വരിക? ആദ്യത്തെ ഫ്രേസ് ആയിട്ട് വരിക, അല്ലെങ്കിൽ ആദ്യത്തെ പാർട്ടായിട്ട് വരിക. അവിടെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടി. കണ്ടോ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിറക്റ്റ് എലിമിനേഷൻ മെത്തേഡിലേക്ക് പോകാൻ പറ്റും വിത്ത് ഓപ്ഷൻസ്. കാരണം ഒരിക്കലും ഡി എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ദ എക്കോണമി എന്നുള്ളത് സെന്റൻസിന്റെ സ്റ്റാർട്ടിങ് ആയിരിക്കില്ല. എയും സിയും നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. നോട്ട് ഓൺലി ലീഡ് ടു ദ ഗ്രോത്ത്, നോട്ട് ഓൺലി എന്ന് പറയുമ്പോഴത്തേക്കിനും എന്തായിരിക്കണം? ഓൾറെഡി അതിന് മുമ്പിൽ ഒരു പ്രോബ്ലം പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് ഇത് മാത്രമല്ല, മറ്റൊന്നിനും കൂടെ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ഇത് മാത്രമല്ല എന്ന് പ്രശ്നം വരണമെങ്കിൽ അതിനൊരു കാരണം വേണം, സബ്ജക്റ്റ് വേണം. അപ്പോൾ ഒരിക്കലും ഓപ്ഷൻ എയും ആദ്യം വരില്ല. നിലവിൽ ഓപ്ഷൻ എ ആണ് ആദ്യം തന്നിട്ടുള്ളത് കൊണ്ട് ഓപ്ഷൻ ഡിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. കാരണം റീഅറേഞ്ച്മെന്റ് നമുക്ക് വേണ്ട എങ്കിൽ എ തന്നെ ആയിരിക്കുമല്ലോ ആദ്യം വരുന്നത്. അതും നമുക്ക് സ്കിപ്പ് ചെയ്യാം. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഇ ആണ്, BACD ആണ്. അപ്പൊ എന്തുവരും? ദ പ്രൊലോങ്ങിങ് ഓഫ് പ്രൊട്ടസ്റ്റ് വിൽ നോട്ട് ഓൺലി ലീഡ് ടു ദ ഗ്രോത്ത് ഓഫ് വയലൻസ് ബട്ട് ഓൾസോ ഹാവ് എ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ദ എക്കോണമി. കണ്ടോ, നോട്ട് ഓൺലി കഴിഞ്ഞു വരുന്ന ഫ്രേസ് എന്തായിരിക്കണം? ബട്ട് ഓൾസോ ആയിരിക്കണം. അതും നമുക്ക് നോക്കാം അല്ലെ. അപ്പോൾ എ കഴിഞ്ഞ് വരുന്നത് എന്തായിരിക്കണം? ഉറപ്പായിട്ടും സി ആയിരിക്കണം. ഇവിടെ ഒന്നും ഇല്ല, എ കഴിഞ്ഞ് സി വരുന്നില്ല. അങ്ങനെയും നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? എ കഴിഞ്ഞ് സി വരുന്ന ഒറ്റ ഓപ്ഷൻ ഇ മാത്രമാണ്. നോട്ട് ഓൺലിക്ക് ശേഷം വരുന്ന ഫ്രേസ് എന്തായിരിക്കണം? ബട്ട് ഓൾസോയുടേതായിരിക്കണം. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 85ാമത്തെ ചോദ്യമാണ്. ഇൻ ദ ഗിവൺ ക്വസ്റ്റ്യൻ എഗെയിൻ നമുക്ക് എന്താണ്? ഒരു സെന്റൻസ് ജംബിൾഡ് ആയിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇഫ് ഓൾ പാർട്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്, നമുക്ക് ഒന്നും ചെയ്യേണ്ടി വരില്ല. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. പെർസെൻറ്റേജ് മെൻ മേക്ക് ഓഫ് സൈക്കോതെറാപ്പിസ്റ്റ് അപ്പ് ആർ ഷ്രിങ്കിങ്. നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്താണ്? നമുക്കെന്താണ്? സൈക്കോതെറാപ്പിസ്റ്റുകളുടെ പെർസെൻറ്റേജ് അല്ലെ പുരുഷന്മാരുടെ കുറവാണ് എന്നർത്ഥമാക്കുന്ന ഒരു സെന്റൻസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് നമുക്ക് അവസാനം കിട്ടുക. അപ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പുരുഷന്മാരാണ് അല്ലേ? പുരുഷന്മാരാണ് സൈക്കോതെറാപ്പിസ്റ്റുകളിൽ കുറച്ച് ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പുരുഷന്മാരെ പറ്റിയാണ് ഈ സെന്റൻസ്. സബ്ജക്റ്റ് നമ്മൾ എന്തെടുത്തു? മെൻ എടുത്തു. ആദ്യത്തേത് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. ഡയറക്റ്റ് നമ്മൾ ആൻസർ കിട്ടി. നോക്കിയേ, മെൻ മേക്ക് അപ്പ് എ ഷ്രിങ്കിങ്. കണ്ടോ, മേക്കപ്പ് എ ഷ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെൻ കോൺട്രിബ്യൂട്ട് ടു അല്ലെ, ബ്രിങ്ങിങ് ഓൾ മെൻ ടുഗെദർ അല്ലെ, എ ഷ്രിങ്കിങ്, റെഡ്യൂസിങ് നമ്പർ ഓഫ് പെർസെൻറ്റേജ് ഓഫ് സൈക്കോതെറാപ്പിസ്റ്റ്. കണ്ടോ, സൈക്കോതെറാപ്പിസ്റ്റുകളുടെ ശതമാനത്തിലെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ശതമാനമാണ് പുരുഷന്മാരുടേത് എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അപ്പൊ നമുക്ക് അവിടെ എന്തുപയോഗിക്കാം? ഒന്നുകിൽ ആദ്യം സബ്ജക്റ്റ് കണ്ടുപിടിച്ച് മെൻ മേക്ക് എന്നുള്ളത് ആദ്യമാക്കാം. പിന്നെ മേക്കപ്പ് എന്ന് പറയുന്ന യൂസേജിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളതിനെ ചേർത്ത് വെച്ച് BC കണ്ടുപിടിക്കാം, അല്ല BD കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റും? ഓപ്ഷൻ ഡിയിലേക്ക് എത്താനായിട്ട് പറ്റും. BDAC ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. BDAC ആണ്. മെൻ മേക്കപ്പ് എ ഷ്രിങ്കിങ് പെർസെൻറ്റേജ് ഓഫ് സൈക്കോതെറാപ്പിസ്റ്റ്സ്. ഓക്കെ, അടുത്ത ഹൗസിലേക്ക് നമുക്ക് പോകാം. 86. In the question given below, a sentence is given with one blank. നമുക്ക് ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? fill in the blanks ആണ്. കറക്റ്റ് വാക്കാണ് കണ്ടുപിടിക്കുന്നത്. He ran one of the most explosive races, yet he dashed 0.2 seconds short of winning the whole thing for India. ഇന്ത്യക്ക് ഈ ഹോൾ തിങ് ജയിക്കുന്നതിൽ 0.2 സെക്കൻഡ് പിന്നിലേക്കാണ് അവൻ വീണുപോയത് എന്നർത്ഥം വരുന്നത്. വീണുപോയി, ഫോളിന്റെ പാസ്റ്റ് ആണ് നമുക്കിവിടെ വേണ്ടത്. ഓപ്ഷൻ ഡി, ഫെൽ 0.2 സെക്കൻഡ്സ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. നോക്കിയേ, 87ാമത്തെ ചോദ്യം നമുക്ക് നോക്കിയേ. ഇൻ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ എ സെന്റൻസ് ഈസ് ഗിവൺ വിത്ത് വൺ ബ്ലാങ്ക്. വീണ്ടും ബ്ലാങ്ക്, വിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. വൈൽ എക്സ്പീരിയൻസിങ് എക്സ്ട്രീം ഹാർഡ്ഷിപ്സ് ഇൻ ലൈഫ്, വാട്ട് വൺ നീഡ്സ് ഈസ് മെന്റൽ വീക്ക്നെസ്, ഫറ്റീഗ്, സ്ട്രെങ്ത്, ടയർഡ്നെസ്, ഡെഫിഷ്യൻസി. സിമ്പിൾ ആയിട്ട് നമുക്ക് എലിമിനേഷനിലേക്ക് എത്താം. എന്താണ്? എക്സ്ട്രീം ഹാർഡ്ഷിപ്പ് നമ്മൾ നേരിടുമ്പോൾ നമുക്ക് വേണ്ടത് ശക്തിയാണ്. അങ്ങനെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇനി ഇച്ചിരി കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഇവിടെ ആൻസർ തന്നിട്ടുണ്ടായിരുന്നെങ്കിലോ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിയേ, എയ്ക്കും ബിക്കും ഡിക്കും ഇക്കും ഒരേ അർത്ഥമാണ്. അപ്പോൾ എയും ബിയും ഡിയും ഇയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള അർത്ഥമാണ് ഓപ്ഷൻ സിയിൽ തന്നിട്ടുള്ളത്, സ്ട്രെങ്ത്തും.
നേരെ അതെടുത്ത് ചൂസ് ചെയ്ത് വെക്കുക. 87ന്റെ ആൻസറും കിട്ടി. ഓപ്ഷൻ സി സ്ട്രെങ്ത്. വൈൽ എക്സ്പീരിയൻസിങ് എക്സ്ട്രീം ഹാർഡ്ഷിപ്സ് ഇൻ ലൈഫ് വാട്ട് വൺ നീഡ്സ് ഇസ് മെന്റൽ സ്ട്രെങ്ത്. ക്ലിയർ ആയല്ലോ? അടുത്തത് 88 മുതൽ 92 വരെയുള്ള ചോദ്യങ്ങൾ പാസേജ് കോംപ്രിഹെൻഷൻ ചോദ്യങ്ങളാണ്. ബ്ലാങ്ക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ബ്ലാങ്ക്സിനെ ഫില്ല് ചെയ്യുന്ന വാക്കുകളാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നമ്മളുടെ നോക്കി, നമ്മുടെ എസ്സേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ പാസേജ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നോക്കി, ഇൻക്രീസിങ് യുവർ പ്രൊഡക്ടിവിറ്റി ഡസൻറ്റ് ഹാവ് ടു ബി റോക്കറ്റ് സയൻസ് എന്ന് തുടങ്ങുന്ന സെന്റൻസ് ആണ്. ഒരിക്കലും പാസേജ് മുഴുവൻ ആദ്യം വായിക്കാനായിട്ട് ഇരിക്കരുത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഓർ ഫ്രേസസ് വിൽ ഫിൽ ബ്ലാങ്ക് എ? ആ എ വരുന്ന റീജിയൻ മാത്രം വായിച്ചു നോക്കുക. ഇവിടെ നോക്കിയേ, നോ നീഡ് ഫോർ ഡാഷ് പ്രൊഡക്ടിവിറ്റി സിസ്റ്റംസ്, ന്യൂ ആപ്സ് ഓർ നേവി സീൽ ലെവൽ ഹാബിറ്റ്സ്. ഇവിടെ എന്താണ് നേവി സീൽ എന്ന് പറയുന്ന വാക്കെന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, വളരെ എന്താണ് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു എന്താണ് ട്രെയിനിങ് പ്രോഗ്രാമും ആർമി ഗ്രൂപ്പുമാണ് നേവി സീൽ എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വാക്ക്, അതൊരു എക്സാമ്പിൾ ആണ് തന്നിട്ടുള്ളത്. എങ്ങനെയുള്ള വേണ്ട? പ്രൊഡക്ടിവിറ്റി, ഇങ്ങനെയുള്ള പ്രൊഡക്ടിവിറ്റി സിസ്റ്റംസ് വേണ്ട, അല്ലെ? പുതിയ ആപ്പുകളോ അല്ലെങ്കിൽ നേവി സീൽ ലെവലുള്ള ഹാബിറ്റുകളോ നമുക്ക് വേണ്ട എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുള്ള എന്താണ് മെത്തേഡ്സ് ആണ് നമുക്ക് വേണ്ടാത്തത്? പ്രൊഡക്ടിവിറ്റി സിസ്റ്റം ആണ് നമുക്ക് വേണ്ടാത്തത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഈസിനെസ്സോ എക്സ്ട്രയോ സ്ട്രെയിറ്റ് ഫോർവേഡോ അല്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ആ കോംപ്ലിക്കേറ്റഡിനെ എന്ത് ചെയ്യുന്നതാണ്? ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന എക്സാമ്പിൾസ് ആണ് അവിടെ തന്നിട്ടുള്ളത്. ആപ്ലിക്കേഷൻസ് ആസ് വെൽ ആസ് സീൽ ട്രെയിനിങ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി വരുന്ന അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആയിട്ടുള്ള അല്ലെങ്കിൽ ബി എന്താണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ ബി ബ്ലാങ്കിൽ എന്താണ് വരുന്നത്? പ്രോപ്പർ പ്ലാനിങ് ഡാഷ് പുവർ പെർഫോമൻസ്. അപ്പോൾ നമുക്ക് അവിടുന്ന് ആൻസർ കിട്ടില്ല. തൊട്ട് പുറകോട്ട് വായിച്ച് നോക്കുക, അല്ലെ? പ്രോപ്പർ പ്ലാനിങ് ഡാഷ് പുവർ പെർഫോമൻസ് എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള സെന്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ സെന്റൻസിന്റെ വാക്കം. പ്രോപ്പർ പ്ലാനിങ് പുവർ പെർഫോമൻസിനെ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നല്ല പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ എന്ത് ചെയ്യുകയാണ്? കോസ് ചെയ്യുകയാണോ? പ്രോപ്പർ പ്ലാനിങ് കാരണമാണോ പുവർ ഇതുണ്ടാകുന്നത്? അല്ല. ഡിസ്കറേജ് ചെയ്യുവാണോ? അലോ ചെയ്യുകയാണോ? സ്റ്റോപ്പ് ചെയ്യുകയാണോ? പ്രിവെന്റ് ചെയ്യുകയാണോ? പെർഫെക്റ്റ് യൂസേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രോപ്പർ പ്ലാനിങ് പ്രിവെന്റ്സ് വാട്ട് പുവർ പെർഫോമൻസ് എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് 89E. വിച്ച് ഓഫ് ദ ഫോളോയിങ്? നമുക്ക് നോക്കി, ഓപ്ഷൻ സി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നോക്കാം. ദിസ് വൺ പ്രാക്ടീസ് ഹാസ് അറ്റ്ലീസ്റ്റ് സി മൈ ഡെയിലി പ്രൊഡക്ടിവിറ്റി. ദിസ് വൺ പ്രാക്ടീസ്, ഈ പ്രാക്ടീസ് എന്ത് ചെയ്തു? എൻ്റെ ഡെയിലി പ്രൊഡക്ടിവിറ്റിയെ കൂട്ടി എന്നായിരിക്കും നമുക്കിവിടെ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കേണ്ടത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 89 നോക്കിയേ, ബി ബ്ലാങ്കിൽ എന്താണ് വരുന്നത്? പ്രോപ്പർ പ്ലാനിങ് ഡാഷ് പുവർ പെർഫോമൻസ്. പുവർ പെർഫോമൻസിനെ പ്രോപ്പർ പ്ലാനിങ് എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും, അല്ലെ? സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓപ്ഷൻ ഇ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. പ്രോപ്പർ പ്ലാനിങ് പ്രിവെന്റ്സ് പുവർ പെർഫോമൻസ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഇ ആണ് 89ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഓർ ഫ്രേസസ് വിൽ ബ്ലാങ്ക് സി? സിയിൽ എന്താണുള്ളത്? ദിസ് വൺ പ്രാക്ടീസ് അറ്റ്ലീസ്റ്റ് ഡാഷ് മൈ ഡെയിലി പ്രൊഡക്ടിവിറ്റി. എൻ്റെ ഡെയിലി പ്രൊഡക്ടിവിറ്റിക്ക് എന്തോ സംഭവിപ്പിച്ചിട്ടുണ്ട് ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സേവ്ഡ്, ട്രിപ്പിൾഡ്, ഡബിൾഡ്, ട്വൈസ്, ത്രൈസ്. നോക്കിയേ, ഇവിടെ അധികരിപ്പിച്ചു. ട്വൈസ് എന്ന് പറഞ്ഞാൽ ഇരട്ടി, അല്ലേ? ഇവിടെ ട്വൈസ്, ഡബിള്, ത്രൈസ് എന്ന് പറയുന്ന വാക്കുകൾ ഒന്നും വരില്ല. കാരണം ഇവിടെ എന്തുണ്ട്? ഹാസ് ഒരു മാറ്റം കൊണ്ടുവന്നു. അപ്പൊ എന്ത് ചെയ്തു? ഇതിനെ ട്രിപ്പിൾ ചെയ്തു എന്ന് പറയുന്ന എന്താണ്? ട്രിപ്പിൾഡ് എന്ന് പറയുന്ന യൂസേജ് ആയിരിക്കും അവിടെ കറക്റ്റ് ആയിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ട്രിപ്പിൾഡ്, അല്ലെ? ദിസ് ആക്ടിവിറ്റി ഹാസ് ട്രിപ്പിൾഡ് മൈ പ്രൊഡക്ടിവിറ്റി എന്നുള്ളതാണ് ശരി ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 90, ഓപ്ഷൻ ബി ട്രിപ്പിൾഡ്. ക്വസ്റ്റ്യൻ നമ്പർ 91 നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഓർ ഫ്രേസസ് വിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഡി? നമുക്ക് അടുത്തത് ഡി ആണ് നമുക്ക് ഫിൽ ചെയ്യേണ്ടത്. By doing so, I know exactly what needs to be done from the dash I wake up. ഞാൻ എഴുന്നേൽക്കുമ്പോൾ മുതൽ, ആ എഴുന്നേൽക്കുന്ന നിമിഷം മുതൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം. ഈ ഒരു പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? കണ്ടീഷൻ, സിറ്റുവേഷൻ, മൊമെന്റ്, എറ, ടൈം. ഫ്രം ദ മൊമെന്റ് ഐ വേക്ക് അപ്പ്. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, മൊമെന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 92 നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രേസസ്? എന്താണ്? ഓപ്ഷൻ ഇ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്ലാങ്ക് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. The common reason people fail to achieve their goals is stupidly simple. എന്താണ്? The most, few, too, many, all. എന്താണ്? ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിക്കുന്നതിന് കാരണം വളരെ സ്റ്റുപ്പിഡ്ലി സിമ്പിൾ ആണെന്നുള്ളതാണ് നമ്മളുടെ ഫ്രേസ് എന്ന് പറയുന്നത്. സോ ദ മോസ്റ്റ് പീപ്പിൾ, അല്ലെ? മോസ്റ്റ് പീപ്പിൾ ഫെയിൽ their resolutions, അല്ലെ?
ദ മോസ്റ്റ് കോമൺ റീസൺ കണ്ടോ, ഏറ്റവും കോമൺ ആയിട്ടുള്ള റീസൺ. അവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് വരുന്നത്, മോസ്റ്റ് ആണ് വരുന്നത്. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. നമ്മൾ ഈ പാസേജ് വായിക്കാതെ ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഈ ചോദ്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ആൻസർ കണ്ടുപിടിച്ചു. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത നോക്കിയേ, നമ്മൾക്ക് 7 ചോദ്യങ്ങളും പാസേജിൽ നിന്ന് തന്നെയാണ് നമുക്ക് അടുത്ത് തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ പാസേജ് വായിച്ച് നോക്കേണ്ടത് അനിവാര്യമായിട്ട് വരുന്ന ഏരിയയാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വൊക്കാബുലറി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 93. വൊക്കാബുലറികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കോണ്ടെക്സ്റ്റുവലി മനസ്സിലാക്കി വെക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ക്യാൻ റിപ്ലേസ് ദ വേർഡ് ഡോൾഫുള്ളി? ഡോൾഫുള്ളി എവിടെയാണ് വരുന്നത്? നമ്മളെ സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫിലാണ് വരുന്നത്. That said the fairy dolefully that came when you and told an untruth one day, and this was when you were impenitent towards your mother. കണ്ടോ, എന്താണ് when you told an untruth one day? കള്ളം പറഞ്ഞതിനെ പറ്റിയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഓബ്വിയസ്ലി നെഗറ്റീവ് മീനിങ് ആയിരിക്കും. ഇവിടെ ഡോൾഫുള്ളി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഗ്ലീഫുള്ളി, ബ്ലൈത്ത്ലി, ഡെഫ്റ്റ്ലി, ബിറ്റർലി ആണോ? ഇറ്റ് ഈസ് സോറോഫുള്ളി. ഡോൾഫുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ സോറോഫുള്ളി എന്നാണ് അതിന്റെ അർത്ഥം. Dolefully means sadly, gleefully means happily, blithely in happy or a carefree manner, bitterly in an angry, hurt or resentful way, deftly means skillfully എന്നൊക്കെയാണ് ഇവിടുത്തെ അർത്ഥം വരുന്നത്. So the right answer here is option A, sorrowfully, സങ്കടത്തോടു കൂടി. Okay, which of the following is closest antonym of the antonym? Synonym അല്ല, antonym ആണ്. ഇംപെർട്ടിനന്റ് മെൻഷൻഡ് ഇൻ ബോൾഡ് ഇൻ ദ പാസേജ്. നമുക്ക് പാസേജിൽ ബോൾഡ് ആയിട്ടാണെന്നുള്ള ഇംപെർട്ടിനന്റ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണിം, സിനോണിം അല്ല, ഓപ്പോസിറ്റ് വേർഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എവിടാണ് വരുന്നത്? ദാറ്റ് കെയിം വെൻ യു ടോൾഡ് ആൻ അൺട്രൂത്ത് വൺ ഡേ ആൻഡ് ദിസ് വെൻ യു വെർ ഇംപെർട്ടിനന്റ് ടുവേർഡ്സ് യുവർ മദർ. അമ്മയോട് മോശമായിട്ട് പെരുമാറിയപ്പോൾ ആണ് ഈ ഒരു മോശം സംഭവിച്ചിട്ടുള്ളത്. ഡിസ്കോർട്ടിയസ്, ഇൻസൊളന്റ്, അപ്പോളജറ്റിക്, ഷിവൽറസ്, ജോക്യുലാർ എന്നാണ് മക്കളെ. ഓപ്ഷൻ ഡി ഷിവൽറസ് ആണ്. കാരണം ഇവിടെ ഇംപെർട്ടിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൂഡ് എന്നാണ് അതിന്റെ അർത്ഥം. അമ്മയോട് റൂഡായിട്ട് പെരുമാറി എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഷിവൽറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നൈറ്റ്സിന്റെ ഒക്കെയുള്ള ക്വാളിറ്റിയോട് കൂടി, വേലറോട് കൂടി പെരുമാറുന്നതിനാണ് നമ്മൾ ഷിവൽറസ് എന്ന് പറയുന്നത്. ഷിവൽറസിന് ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഇംപെർട്ടിനന്റ് അല്ലെങ്കിൽ റൂഡ് എന്ന് പറയുന്നത്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഇംപെർട്ടിനന്റ്. Why did blots and scratches appear in Carl's and Philip's books? നോക്കുക, ഇവിടുത്തെ വാക്ക് എന്ന് പറയുന്നത് ബ്ലോട്ട് ആണ്. കാൾസിന്റെയും ഫിലിപ്പിന്റെയും ബുക്ക് എന്നുള്ളതാണ്. പാസേജ് വായിക്കാതെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ബ്ലോട്ട് എന്ന് പറയുന്ന വാക്കുകൾ എവിടെയാണ് വരുന്നത്? നോക്കിയാൽ മക്കളെ, നമ്മൾ നേരത്തെ വായിച്ചതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബട്ട് വാട്ട് മേക്സ് ദിസ് ബ്ലോട്ട് ആസ്ക്ഡ് ഫിലിപ്പ്. എന്താണ്? ബട്ട് വാട്ട് മേക്സ് ദിസ് ബ്ലോട്ട്? എന്താണ് ഈ ബ്ലോട്ട് കൊണ്ടുവന്നത് എന്ന് ആര് ചോദിക്കുന്നുണ്ട്? ഫെയറിയോട് നമ്മളുടെ ഫിലിപ്പ് ചോദിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ എന്താണ് കാരണം പറഞ്ഞിട്ടുള്ളത്? they had been disrespectful and disobeyed their elders, they had eaten too much junk food, or they had themselves drawn those blots, they had done good deeds. ഇവിടെ എന്തുകൊണ്ട് ബ്ലോട്ട് വന്നു എന്ന് ചോദിക്കുന്നു. അതിന് ഉത്തരമായിട്ടാണ് നേരത്തെ നമ്മളുടെ വാക്കുകൾ രണ്ടുമുള്ള സെന്റൻസ് വരുന്നത്. എന്ത് ചെയ്തു? കള്ളം പറഞ്ഞു, അതുപോലെ തന്നെ അമ്മയോട് ധിക്കാരപരമായിട്ട് പെരുമാറി. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, they had been disrespectful and disobeyed their elders. 95ന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ 96. ഹൗ ഡിഡ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ആൻഡ് റെയിൻബോസ് അപ്പിയർ ഇൻ ദ ബുക്ക്? അതിന് തൊട്ട് മുകളിലുള്ള ചോദ്യത്തിലാണ് നമ്മൾ കാണുന്നത്. See Philip, the spray of roses blossomed on this page when you let the baby have your playthings, and the pretty bird which looks so cunning and as if it were singing with all mights would never have been on this page if you had not tried to be tactful and other day instead of quarreling. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എന്താണ്? റെയിൻബോസും ഫ്ലവേഴ്സും വരാനുള്ള കാരണം എന്താണ്? കൈൻഡ് ആൻഡ് കൺസിഡറേറ്റ് ആയതുകൊണ്ടാണോ? ടു ബോയ്സ് വരച്ചത് കൊണ്ടാണോ? ദ ബോയ്സ് പേരൻസ് സീക്രട്ട്ലി പേസ്റ്റഡ് ഇറ്റ് ദെയർ അതുകൊണ്ടാണോ? മാജിക്കലി ദ കൈൻഡ് ഫെയറി ക്രിയേറ്റ് ചെയ്തതാണോ? അതോ മാജിക്കലി പുള്ളിക്കാരൻ നോട്ടി ആയിരുന്ന കാലഘട്ടത്തിൽ വന്നതാണോ? അല്ല, പുള്ളി നല്ലത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പുസ്തകങ്ങളിൽ എന്തുണ്ടാകുന്നു? നല്ല ചിത്രങ്ങൾ വരയ്ക്കപ്പെടുന്നു. whenever Carl and Phillips were kind and considerate, a beautiful picture automatically formed on the pages. ഓപ്ഷൻ എ ആണ് 96ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം. സിമ്പിൾ ചോദ്യമാണ്, സിമ്പിൾ പാസേജ് ആണ്. നമുക്ക് പാസേജ് മുഴുവൻ വായിക്കാതെ തന്നെ ആൻസേഴ്സ്
എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വാട്ട് ഡിഡ് ദ ബോയ്സ് റിഗ്രറ്റ് ആഫ്റ്റർ നോയിങ് ദ ട്രൂത്ത് അബൌട്ട് ദ നോട്ട്ബുക്സ്? നോക്കിയേ, എന്തുകൊണ്ടാണ് റിഗ്രറ്റ് ആയത്? തൊട്ടടുത്ത അവസാനത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓ, ഇഫ് ഓൺലി വി കുഡ് ഹാവ് ദ ബുക്സ് അഗെയിൻ. കണ്ടോ, എനിക്കിനിയും ആ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചോദിക്കുകയാണ്. അതാണ് ഇവിടുത്തെ റിഗ്രറ്റ് എന്ന് പറയുന്നത്. ദേ റിഗ്രറ്റഡ് പെയിന്റിങ് ദെയർ ബുക്സ്. അവർ ബുക്ക് വരച്ചിട്ടുണ്ടോ? അവരല്ല പെയിന്റ് ചെയ്തത്, അല്ലെ? ദേ റിഗ്രറ്റഡ് ദാറ്റ് ദേ അലൗഡ് ദ ഫെയറി ടു അപ്പിയർ ഇൻ ദ റൂം. ആ റൂമിലേക്ക് വരുന്നതിലാണോ ഇവർ റിഗ്രറ്റ് ചെയ്തത്? അവർക്ക് പുസ്തകം മറിച്ചു നോക്കാൻ പറ്റാത്തതിലാണോ റിഗ്രറ്റ് ചെയ്തത്? ഓപ്ഷൻ ഡി, they regretted all the days they were respectful അല്ലെങ്കിൽ disrespectful and wanted to get those books back to fill them. കണ്ടോ, പുള്ളിക്കാരൻ ചോദിക്കുകയാണ്, അങ്ങനെ പുസ്തകം തിരിച്ചു തരാമോ, ഞങ്ങളുടെ തെറ്റുകൾ തിരുത്താമെന്ന് പറയുമ്പോൾ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഇവർക്ക് ഈ ഒരു റിഗ്രറ്റ് ഫീലിംഗ് ഉണ്ടാകുന്നത്. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, അല്ലേ? മക്കളെ, 98ാമത്തെ ചോദ്യം. വൈ ഡു യു തിങ്ക് ദ ബോയ്സ് കുഡ്ന്റ് ഫ്ലിപ്പ് ഓൾ ദ പേജസ് ഓഫ് ദ ബുക്ക് അറ്റ് വൺസ്? ദ ഫെയറി ഹാഡ് ഡെലിബറേറ്റ്ലി സ്ട്രക്ക് ദ പേജസ്. ടൈം ഇസ് യൂണിഡയറക്ഷണൽ. The boys were unknowingly sticking the pages. The fairy wanted to teach the boys a lesson. None of the above reasons is correct. നോക്കിയ മക്കളെ, ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? അവസാനത്തെ പാരഗ്രാഫിൽ ഇതിന് ആൻസർ ഉണ്ട്. See, they are marked 2022 and they must now go back into father's time bookcase. കണ്ടോ, ഇതെന്തായിരുന്നു? ഇവരുടെ കയ്യിൽ കിട്ടിയ സമയത്തിനെയാണ് ബുക്ക് കൊണ്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമയം എന്താണ്? മുൻപോട്ട് മാത്രമേ പോവുകയുള്ളൂ, തിരിഞ്ഞു പോവുകയില്ല. അതുകൊണ്ടാണ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റാതെ വന്നത്? And neither can we turn back time or we can fast forward to the future. നമുക്ക് തിരിച്ച് ടൈമിൽ പോകാനും പറ്റില്ല, ഫ്യൂച്ചറിലേക്ക് പോകാനും പറ്റില്ല. നമുക്ക് അറ്റ് ദ മൊമെന്റ് മാത്രമേ നിൽക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അറ്റ് ദ മൊമെന്റ് ഒരു പേജ് മാത്രം വെച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഫ്ലിപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. അതവിടുത്തെ മെറ്റഫോറിക്കൽ മീനിങ്ങിനെയാണ് കാണിക്കുന്നത്. ദ മെറ്റഫർ ഓഫ് ടൈം ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ബുക്ക്. ഓക്കെ, 99ാമത്തെ ചോദ്യം. വാട്ട് ഡിഡ് ദ നമ്പർ 2022 മെൻഷൻ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്, അല്ലേ? It is the year the fairy gifted the books, അല്ലേ? ദ കീപ്പർ ഓഫ് ടൈംസിന്റെ ബുക്ക് 2022 പുസ്തകമാണ് ആ പിള്ളേർക്ക് കൊടുത്തത്. 100ാമത്തെ ചോദ്യം എന്താണ്? വാട്ട് വുഡ് ബി ദ മോറൽ ഓഫ് ദ സ്റ്റോറി? വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം, അല്ലേ? വി ഷുഡ് മേക്ക് അവർ ലൈഫ്സ് ബ്യൂട്ടിഫുൾ ബൈ കളറിംഗ് ആസ് മച്ച് ആസ് പോസിബിൾ. വി ഷുഡ് ബ്ലൈൻഡ്ലി ഫോളോ ദ അഡ്വൈസ് ഓഫ് അവർ എൽഡേഴ്സ്. വി ഷുഡ് ബി കൈൻഡ്, ട്രൈ ടു എൻറിച്ച് അവർ ലൈഫ്സ് ആൻഡ് ഡു നോട്ട് ഇൻഡൾജ് ഇൻ ഇമ്മോറൽ ഡീഡ്സ് ആൻഡ് അവോയ്ഡ് ദ മെറ്റഫോറിക്കൽ ബ്ലോട്ട്സ് in our lives. We should be patient as good things always take time. We should be happy at all times and face all hurdles with bravery. സിമ്പിൾ ആയിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ്. എപ്പോഴും നല്ലതായിരിക്കുക, മോശം വരുത്താതെ ഇരിക്കുക. നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? നമ്മളുടെ ജീവിതത്തിൽ മെറ്റഫോറിക്കലായിട്ട് ഇവിടെ കാണിക്കുന്ന ഡാർക്ക് മാർക്കുകൾ നമ്മളുടെ ജീവിതത്തിൽ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? നമ്മളുടെ സ്റ്റോറിയുടെ മോറൽ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് നമുക്ക് ഇംഗ്ലീഷിലുള്ളത്. ഇതേപോലെ തന്നെ പക്ഷേ നമ്മൾ മെത്തേഡുകൾ ഉപയോഗിച്ച്, ടെക്നിക്കുകൾ ഉപയോഗിച്ച് ടൈം മാനേജ്മെൻറ്റ് പഠിച്ച് നമുക്ക് ആക്യുറസി കൂട്ടുവാനായിട്ടുള്ള ടെക്നിക്കുകൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈമിനുള്ളിൽ തന്നെ എല്ലാ പോർഷൻസും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ NCL പരീക്ഷ ഈ വരുന്ന 27ാം തീയതിയാണ് നടക്കാനായിട്ട് പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മളുടെ എല്ലാ പോർഷൻസിൻ്റെയും എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് നയിക്കുന്ന മാസ്റ്റർ ക്ലാസ്സുകൾ ഉൾപ്പെടുന്ന ഇൻറ്റൻസീവ് ലൈവ് സെഷൻസിൻ്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷന് വേണ്ടി താഴെ കാണുന്ന നമ്പറിലേക്ക് ഉറപ്പായിട്ടും ഏറ്റവും വേഗം കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് അറിയിക്കുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഉറപ്പായിട്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ആൻഡ് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറന്നു പോകേണ്ട, സോ ദാറ്റ് യു ഡോണ്ട് മിസ് ഔട്ട് ഓൺ any future updates and learning content that we curate for you in the future. It is me, Alfin Abdul Salam, signing off. Thank you.